എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ പ്രഭാത വാർത്താ യാത്രയിലേക്ക്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത GST വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിലാണ് പരിശോധന. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുകയാണ്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കൽ, വെരി ഗുഡ് മോർണിംഗ്. എവിടെയൊക്കെയാണ് ഒരേ സമയം ഈ മിന്നൽ റെയ്ഡ് നടക്കുന്നത്? സുജിയ, ഈ വ്യാജ GST രജിസ്ട്രേഷൻ ഉപയോഗിച്ച് അനധികൃത വ്യാപാരം നടക്കുന്നതായി GST വകുപ്പ് കണ്ടെത്തിയിരുന്നു. 1200 കോടി രൂപയുടെ കച്ചവടമാണ് കഴിഞ്ഞ പരിശോധനകളിൽ GST വകുപ്പ് കണ്ടെത്തിയത്. അതായത് ഇത്തരത്തിൽ വ്യാജ GST രജിസ്ട്രേഷൻ ഉപയോഗിച്ച് വ്യാപാരം നടക്കുന്നതായി. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ GST വകുപ്പ് സംസ്ഥാനത്തുടനീളം ഒരു വ്യാപക റെയ്ഡിന് തന്നെ തീരുമാനിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് ഈ റെയ്ഡ് ആരംഭിച്ചത്. GSTയുടെ ഇന്റലിജൻസ് വിഭാഗവും എൻഫോഴ്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ റെയ്ഡ് നടത്തുന്നത്. പ്രധാനമായും ഈ സ്ക്രാപ്പ് അല്ലെങ്കിൽ ആക്രി കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതായാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് പട്ടാമ്പി ഓങ്ങല്ലൂർ ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടന്നിട്ടുള്ളത്. മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ GSTയുടെ വ്യാജ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഈ വ്യാപാരം നടക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ പാലക്കാട് ജില്ലയിൽ നിലവിൽ ഈ റെയ്ഡ് നടത്തിയെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മറ്റു ജില്ലകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സുജിയ, ഏതായാലും 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തുടനീളം 101 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ GST വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത്.